എല്ലാ ക്ഷേത്രത്തിലും ജലധാര നടന്നുകൊണ്ടിരിക്കും, അഭിഷേകം നടന്നുകൊണ്ടിരിക്കും. ക്ഷേത്രത്തിന്റെ ഓവിൽ നിന്നുകൊണ്ട് പ്രണാളം എന്ന് പറയും, തീർത്ഥവാരിധി, ആ തീർത്ഥം പുറത്തേക്ക് ഒഴുകുന്ന ആ ഓവിൽ നിന്ന് തീർത്ഥമെടുത്ത് കുടിക്കരുത്, അഭ്യർത്ഥനയാണ്. അതിലില്ലാത്ത വസ്തുക്കളില്ല. കാരണം നമ്മൾ മനുഷ്യരാണ്. ക്ഷേത്രത്തിനകത്ത് പൂജകൾ കഴിക്കുന്ന ശാന്തിമാർ, മേൽശാന്തി, കീഴ്ശാന്തി എല്ലാവരും തന്നെ പുറത്തിറങ്ങുന്നു, അകത്ത് പോകുന്നു. അങ്ങനെ കാലിൽ പല കാര്യങ്ങളും പറ്റിപ്പിടിക്കുന്നു, അകത്തേക്ക് പോകുന്നു. അപ്പൊ ഇതെല്ലാം കൂടി പുറത്തു പോകുന്ന, കഴുകുമ്പോൾ പുറത്തു പോകുന്ന ഓവാണ്. ആ ഓവിൽ മിക്കപ്പോഴും, എല്ലാ ക്ഷേത്രങ്ങളിലുമല്ല, പല ക്ഷേത്രങ്ങളിലും ആ ഓവിൽ പാറ്റയും പല്ലിയൊക്കെ ഉണ്ടാവാനുള്ള സാധ്യതകളുണ്ട്. അഴുക്കാണ്, അഴുക്കൊക്കെയാണ്. അതുവഴി നാം ക്ഷേത്രത്തിനകത്ത് ശ്രീകോവിൽ വൃത്തിയാക്കുമ്പോൾ ഈ അഴുക്കെല്ലാം തന്നെ കഴുകി ആ ഓവിലൂടെയാണ് പുറത്തേക്ക് വിടുന്നത്. അപ്പൊ എവിടെയൊക്കെ ഈ അഴുക്ക് പറ്റി പിടിച്ചിരിക്കുമെന്ന് നമുക്കറിയില്ല. തീർത്ഥം എന്ന് പറയുന്നത് ഔഷധമാണ്. നമ്മൾ വിചാരിക്കുന്നു ആ ഓവിലൂടെ വരുന്നത് ഔഷധമാണ്, തീർത്ഥമാണെന്ന് കരുതി അതിൽ നിന്ന് എടുത്ത് സേവിച്ച ശേഷം തലയിലൊക്കെ ഇങ്ങനെ തേച്ച് സുഖമായിട്ട് അങ്ങ് ഇരിക്കുകയാണ്. തല നരയ്ക്കും. നല്ലൊരു ഔഷധമാണ്, തല നരയ്ക്കും. അതിനകത്തൂടെ എന്തൊക്കെയാണ് വരുന്നതെന്ന് അറിയില്ല. അതുകൊണ്ട് തീർത്ഥം ദയവ് ചെയ്ത് മേൽശാന്തിയുടെ കയ്യിൽ നിന്നും, ഇല്ലെങ്കിൽ അവിടെ പൂജ കഴിക്കുന്ന വ്യക്തികളുടെ ആരൊക്കെയാണോ അവരുടെ കയ്യിൽ നിന്ന് സ്വീകരിക്കുക. ഇന്ന് പല ക്ഷേത്രങ്ങളിലും പുറത്ത് ഒരു കെറ്റിലിൽ തീർത്ഥം വെച്ചിട്ടുണ്ട്. അതിൽ നിന്ന് തീർത്ഥമെടുത്ത് ഭഗവാനെ ധ്യാനിച്ചുകൊണ്ട് സേവിക്കുക. ദയവ് ചെയ്ത് ഈ 3 കാര്യങ്ങൾ ഏവരും പാലിക്കുമല്ലോ. ഇത് ശരിയാണെന്ന് ബോധ്യപ്പെട്ടാൽ ഇത് ഏവരിലേക്കും എത്തിക്കുക. നമുക്ക് ഒരുമിച്ച് സനാതന ധർമ്മത്തിൽ ഇന്ന് നടക്കുന്ന കുറവുകൾ എല്ലാം തന്നെ കുറവുകളൊക്കെ നിരത്തുവാൻ സാധിക്കും. നമസ്കാരം.